ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ട് സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു ഫേസിലൊരു കാര്യം ചെയ്ത് കാണിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇത് ഇന്ന് ഈ കാണുന്നത്. ഞാൻ ഒന്നും തേച്ചിട്ടില്ല ഫേസിൽ, കണ്ണ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഒരു സാധനം തേച്ചിട്ടില്ല. നല്ല തിളക്കമാണ് മുഖത്തിന് കിട്ടിയത്. ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് മാറിയിട്ട് നമ്മുടെ മുഖത്തിനൊരു ബ്രൈറ്റ്നെസ്സും നല്ലൊരു തിളക്കവും നല്ലൊരു തുടിപ്പും കിട്ടിയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ് ആ ഒരു പായ്ക്കിന്. നമ്മൾ ആഴ്ചയിൽ 2 വട്ടം മാത്രം ഇത് ചെയ്താൽ മതി. അപ്പം ഞാൻ പിന്നെ 3 ദിവസം കൂടുമ്പോഴാണ് എൻ്റെ തലയിൽ നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ട് ഒന്ന് തല കഴുകുന്നത് കേട്ടോ. ആ ഒരു സമയത്ത് ഞാനിത് ചെയ്യുന്നതാണ് കേട്ടോ. ആഴ്ചയിൽ 2 വട്ടം ഞാനിത് ചെയ്യും. കാരണം 2 വട്ടം തല കഴുകണമല്ലോ 3 ദിവസം കൂടുമ്പോഴാകുമ്പോൾ. അപ്പോൾ അങ്ങനെ ചെയ്തത് കൂട്ടത്തിലാണ് ഞാൻ ഈ ഒരു ഫേസ് പായ്ക്ക് ഇട്ടിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതേ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് പറ. നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ തിളങ്ങും. നമ്മൾ ഈ മുഖത്തോട്ട് തൊടുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഒരു ഒരു എന്താ സോഫ്റ്റായിട്ട് നല്ല നമുക്ക് ഒരു ശകലം പോലും ഡെഡ് സ്കിന്നൊന്നും ഇല്ലാതെ ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ താഴെ ഈ ചുണ്ടിന് താഴെയൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെയൊക്കെ കാണില്ലേ, അതെല്ലാം നന്നായിട്ട് മാറി മൂക്കിന് 2 സൈഡിൽ നല്ലതായിട്ടെല്ലാം മാറി. അപ്പം നല്ല രീതിയിൽ നമ്മുടെ മുഖം നമുക്കൊരു ഏജ് ആയാലും ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാലും ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങും. കൊളോജിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മൂലവും അതുപോലെ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും പിന്നെ ഹോർമോണിൻ്റെ വ്യതിയാനം കൊണ്ടും അതുപോലെ തന്നെ എന്താണ് പിന്നെ പല പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ടാവും. അത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കും. നമ്മുടെ ഫേസിലാണ് പെട്ടെന്ന് ഇതെല്ലാം കയറി വരുന്നത്. അതായത് ഡാർക്ക് സ്പോട്ടും കലകളും പിഗ്മെൻറ്റേഷനും റിങ്കിൾസും ഫൈൻ ലൈൻസും എല്ലാം ഇതാകി വരും. അപ്പോൾ ഇതിനൊന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പല കാര്യങ്ങളും നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പായ്ക്ക് തയ്യാറാക്കി കാണിക്കുന്നത്. ഇത് ഫേസ് പായ്ക്കായിട്ട് ഇടുവല്ല, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു മെത്തേഡ്, ആ ഒരു മെത്തേഡിലാണ് നിങ്ങളിത് ചെയ്തു പോകേണ്ടത്. നല്ല റിസൾട്ടാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങളിത് ചെയ്യണം. നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുഖത്തെ നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ടും കണ്ണിലടിയുടെ ഡെഡ് സ്കിന്ന് നന്നായിട്ട് മാറാനായിട്ടും ഒക്കെ അടിപൊളി ഒരു പായ്ക്കാണ്. വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഫേസ് പായ്ക്ക് എങ്ങനെയാണെന്ന് ചെയ്ത് നോക്കാം. ഈ ഒരു കാര്യം നമ്മൾ ആഴ്ചയിൽ 2 വട്ടം മാത്രം ചെയ്യുക. അപ്പം ഞാൻ ഒരു 3 ദിവസത്തിലൊരിക്കലാണ് എൻ്റെ തല നന്നായിട്ട് കഴുകുന്നത്. നല്ലപോലെ എണ്ണയൊക്കെ തേച്ചിട്ട് തല നന്നായിട്ട് കഴുകുന്ന ഷാമ്പൂ ഒക്കെ ഇട്ട്. അപ്പം ഞാനിന്ന് നല്ല രീതിയിൽ തലയിൽ ഓയിൽ മസാജ് ചെയ്തു. ഒരു 5 മിനിറ്റോളം ഞാൻ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ഞാൻ കഴുകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മുടിക്ക് നല്ല ആരോഗ്യത്തോടുകൂടിയും നല്ല കറുപ്പോടുകൂടിയും നല്ല ഉള്ളോടുകൂടിയും മുടി വളരാനായിട്ട് ഈ മസാജിങ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നു. നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടി കിട്ടുന്നത് മൂലം നമ്മുടെ മുടിക്ക് ഗ്രോത്ത് കൂടുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എണ്ണ തേക്കുന്ന സമയത്ത് നല്ല രീതിയിൽ 5 മിനിറ്റോളം മസാജ് ചെയ്യുക. നമുക്ക് എന്നും ഡെയിലി എണ്ണ തേക്കണമെന്നൊന്നുമില്ല. 3 ദിവസത്തിലൊരിക്കൽ എണ്ണ തേച്ച് നല്ല രീതിയിൽ ഷാമ്പൂ വാഷ് ചെയ്ത് കളയണം. പിന്നെ 3 ദിവസം കൂടുമ്പോൾ പിന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. പിന്നെ ഞാനൊരു കാര്യം കൂടി ചെയ്ത് കേട്ടോ, എൻ്റെ മുടി ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് വിട്ടു. കാരണം കുറച്ച് താഴോട്ടാകുമ്പോൾ നമുക്ക് ഉള്ളു കുറഞ്ഞു വരും. അപ്പോൾ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ നമുക്ക് പിന്നെയും ഉള്ളു കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് വിട്ടത്. അപ്പം നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഒരു മുടിനര പോലും ഇല്ലാതെയും നല്ല കറുപ്പോടുകൂടിയും ഇരിക്കുന്നതിൻ്റെ കാരണം തന്നെ വീട്ടിലുള്ള തന്നെ നാച്ചുറൽ സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കുന്ന ഹെയർ ഓയിലുകളും ഹെയർ പായ്ക്കുകളും ഒക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഞാൻ മുഖം നല്ല തിളക്കത്തോടുകൂടി ഇരിക്കാനായിട്ടും ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ മാറി മുഖത്തിന് നല്ല ബ്രൈറ്റ് ആയാലും കിട്ടാനായിട്ടും ഡെഡ് സ്കിന്നും അതുപോലെ തന്നെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നന്നായിട്ട് മാറാനായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് പായ്ക്ക് കൂടെ ഞാൻ ഇതേ സമയത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ആഴ്ചയിൽ 2 വട്ടമേ ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടോ. അതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ചന്ദനപ്പൊടിയുമാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു നാരങ്ങാനീര് കുറച്ച് 3-4 ഡ്രോപ്സ് നാരങ്ങാനീര് എടുക്കുന്നുണ്ട്. ഒന്ന് പിഴിയുന്ന ആ ഒരു ജ്യൂസ് മാത്രം മതി. പിന്നെ ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഞാൻ എടുക്കുന്ന സാധനം തേനാണ്.
അതും ഈ കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള തേൻ എടുക്കണം. അപ്പോൾ ഇതെല്ലാം തേൻ നമ്മുടെ മുഖത്തെ റിങ്കിൾസ് കുറയാനായിട്ടും നല്ലൊരു മോയ്സ്ചറായിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അതുപോലെ പഞ്ചസാര നമ്മുടെ മുഖത്തിന് ഇതെല്ലാം കൂടി ചെയ്യുമ്പം പഞ്ചസാരയൊക്കെ ഇട്ട് ചെയ്യുമ്പം മുഖത്തിന് നല്ല തിളക്കം കിട്ടുകയും അതുപോലെ തന്നെ മുഖത്തെ ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് മാറാനായിട്ട് തേൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു. ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനായിട്ടും കറുത്ത പാടുകളൊക്കെ പതുക്കെ പതുക്കെ മാഞ്ഞു പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് പല രീതിയിൽ പായ്ക്ക് ഉണ്ടാക്കാം. ഈ ഒരു പായ്ക്ക് നമ്മൾ ഡെയിലി തേക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആഴ്ചയിൽ 2 തവണ മാത്രം ചെയ്താൽ മതി. ഒരു തവണ ചെയ്ത് കഴിയുമ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് അപാര റിസൾട്ടാണ്. പിറ്റേ ദിവസം നിങ്ങളുടെ സ്കിന്ന് നോക്കുമ്പോൾ നല്ലൊരു തിളക്കമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു പഞ്ചസാര നമ്മളിടുമ്പോൾ ഞാനിപ്പോൾ ഒരു ഓയിലി സ്കിന്നായതുകൊണ്ട് പഞ്ചസാര പൊടിക്കാതെയാണ് ചേർത്തേക്കുന്നത്. ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ പഞ്ചസാരയൊന്ന് ഒരുപാട് അങ്ങ് പൗഡർ പോലെ ആക്കണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർക്ക് ഡ്രൈ ആയതുകൊണ്ട് ആ മുഖത്തൊക്കെ പോറൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പൊടിച്ച് ചേർക്കാൻ പറയുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് വലിയ പ്രശ്നമില്ല. പിന്നെ നമ്മളിത് വെച്ച് തേച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ഹണിക്കകത്ത് തേനിനകത്ത് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊരു മസാജ് മസ്റ്റായിട്ടും കൊടുക്കണം. ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ മസാജ് കൊടുക്കാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുഖം ഒന്ന് നോക്കുക, എന്നിട്ട് എന്നോട് റിസൾട്ട് പറയുക. ഞാൻ പറയുന്നു 100% തന്നെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പായ്ക്കാണിത് കേട്ടോ. ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടൊരു രീതിയുണ്ട്, അതിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയൊക്കെയാണ് ഡെഡ് സ്കിൻ ഉള്ളത്, നമ്മുടെ താടിയിലുണ്ട്, മൂക്കിന് 2 വശത്തുമുണ്ട്, കവളേരിയയിലൊക്കെ ഡെഡ് സ്കിന്ന് കാണും. ഇതൊക്കെ നന്നായിട്ട് മാറാനായിട്ടൊന്ന് മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഹാർഡായിട്ടാണ് മസാജ് ചെയ്യുന്നത്. ഒരിക്കലുമല്ല, നല്ല സോഫ്റ്റായിട്ട്, അതായത് നമ്മൾ പഞ്ചസാരയൊക്കെ ക്രിസ്റ്റൽ രൂപത്തിലാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായിട്ട് പതുക്കെ സ്ലോലി മസാജ് ചെയ്താൽ മതി. ഇട്ട് ഉരയ്ക്കൊന്നും വേണ്ട. അപ്പം നമ്മൾ ഉരയ്ക്കുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ പാടൊക്കെ ഉണ്ടാകും, മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ നമ്മൾ ഷുഗർ ഇട്ടിട്ട് മസാജ് ചെയ്യാവുള്ളൂ. ഭയങ്കര എഫക്റ്റീവാണ് ഈ ഷുഗറിന്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഷുഗറും നാരങ്ങാ നീരും ഹണിയും അതുപോലെ ഇരട്ടി മധുരവും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു നല്ലൊരു നിറവും കിട്ടും. അതുപോലെ തന്നെ ക്രമേണ ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ ആ ഒരു പാടൊക്കെ മാറി വരും, ഡിസ്കളറേഷൻ മാറി വരും. ഒരുപാട് ബെനിഫിറ്റാണ് ഇതിന് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന നമ്മുടെ മുഖചർമ്മം തിളക്കത്തോടെ ഇരിക്കുന്നത് മൂലം നമ്മുടെ ചുളിവുകൾ കുറയാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ ഒരു പായ്ക്ക്. അപ്പോൾ ആഴ്ചയിൽ 2 തവണ മാത്രം ആരാണെങ്കിലും വിട്ടുപോയാൽ മതി. അപ്പം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് സ്ക്രബിങ് രീതിയിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ തലയിൽ ഓയിലെല്ലാം തേച്ചിട്ടുണ്ടായിരുന്നു. നല്ല 5 മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്തു. അപ്പം നമ്മുടെ ഓയിൽ തേക്കുമ്പോൾ നല്ലൊരു കറുപ്പാണ് മുടിക്ക്. അപ്പം ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഓയിലാണ് കേട്ടോ. വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ മതി. ഇനി നമുക്ക് ആ നമ്മൾ ആ നാരങ്ങാനീര് പിഴിഞ്ഞ ആ തൊണ്ടുണ്ടല്ലോ, ആ ചിരിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ആ തൊണ്ടിൻ്റെ 2 സൈഡും കൊള്ളാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇതൊന്ന് ഫേസ് ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നീരൊന്നും വേണ്ട, നീര് നല്ലപോലെ ബാക്കി നീരുണ്ടെങ്കിൽ നല്ലവണ്ണം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മളിന്നും മസാജ് കൊടുക്കാം. വളരെ സോഫ്റ്റായിട്ട് ഇട്ട് ഉരയ്ക്കരുത് ഒരിക്കലും. വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ ഫേസിലെ സ്കിന്നൊക്കെ വളരെയധികം നേർത്തതാണ്. അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് തന്നെ ചെയ്യുക. നല്ലൊരു തിളക്കമാണ് കിട്ടുന്നത്. എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്രയധികം നല്ലൊരു എഫക്റ്റാണ്. പിന്നെ നമുക്ക് ബാക്കി വരുന്ന ആ കൂട്ട് നമ്മുടെ കയ്യിലെ മുട്ടിൽ, പിന്നെ നമ്മുടെ കാലിൻ്റെ പാദത്തിൽ, അതുപോലെ തന്നെ കയ്യിലെ ആ കൈവിരലുകളിലെല്ലാം ഇതുപോലെ അത് തേച്ചിട്ട് നല്ല രീതിയിലൊരു മസാജ് കൂടെ കൊടുക്കുക. ഇത് നമ്മൾ ആഴ്ചയിൽ 2 വട്ടം മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ടിരിക്കും, റിങ്കിൾസൊക്കെ കുറയും. ഇപ്പം ഞാൻ കുളിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നല്ലൊരു തിളക്കമാണ് മുഖത്തിന് കിട്ടുന്നത്. ഈ ഒരു തിളക്കം നമുക്ക് 1.5 ആഴ്ചത്തോളം നമ്മുടെ ഫേസിൽ നിൽക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾ ഒരു തവണ ചെയ്ത് നോക്കുക, നല്ല എഫക്റ്റീവാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്. പിന്നെ നല്ല ഒരു സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഡെഡ് സ്കിന്നെല്ലാം നന്നായിട്ട് കൂടി നല്ല ഒരു മിനിമിനാന്നാണ് നമ്മുടെ മുഖമൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കൈയും നല്ല ഷൈനിങ് ആയിട്ട് തന്നെ ഇരിക്കും, മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. ഒരു തവണ നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ മറക്കല്ലേ. നല്ലൊരു പായ്ക്കാണ്. നമ്മൾ ആഴ്ചയിൽ 2 വട്ടം മാത്രം ഇട്ട് പോയാൽ മതി. ഇന്ന് തന്നെ എല്ലാവരും ഈ ഒരു പായ്ക്ക് ഇട്ട് നോക്കിക്കോളൂ. നല്ല റിസൾട്ടാണ്. നല്ലപോലെ ഡെഡ് സ്കിന്നെല്ലാം മാറി. നമ്മളൊരു ഫംഗ്ഷനൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല തിളക്കത്തോടെ തന്നെ നമ്മുടെ സ്കിൻ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന റിസൾട്ട്, ഞാനിത് ആഴ്ചയിൽ 2 വട്ടം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.